രണ്ട് സംസ്ഥാനങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന നടക്കുകയാണ്. ഭീകരവാദം, ആയുധക്കടത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ ഹരിയാനയിലും ബീഹാറിലുമാണ് NIA-യുടെ റെയ്ഡ് നടക്കുന്നത്. 22 സ്ഥലങ്ങളിൽ ഒരേ സമയം NIA പരിശോധന നടക്കുന്നു. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ ഡൽഹി സ്ഫോടനത്തിന്റെയും മറ്റും പശ്ചാത്തലത്തിലാണോ ഈ ഹരിയാനയിലും ബീഹാറിലും ഇപ്പോൾ മിന്നൽ പരിശോധന? ഗൂഢാലോചന, ആയുധക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി എന്നാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഡൽഹി ചെങ്കോട്ടയിലെ സ്ഫോടനവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളത് നിലവിൽ വ്യക്തമല്ല. ഹരിയാന, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ന് രാവിലെ മുതൽ 22 സ്ഥലങ്ങളിലായി ഒരേ സമയം ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രത്യേക സംഘം പരിശോധന നടത്തിയിട്ടുള്ളത്. നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ ബീഹാർ, ഡൽഹി, ഹരിയാന സംസ്ഥാനങ്ങളിൽ ഭീകരവാദ സംഘടനകൾക്ക് വേണ്ടി ആയുധക്കടത്തും ഭീകരവാദ ഗൂഢാലോചനയും നടത്തിയതുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ചെയ്ത കേസിന്മേലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. എവിടെയാണ് റെയ്ഡ് നടക്കുന്നതെന്നും ഈ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഒരു വിശദമായ അറിയിപ്പ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് അല്പസമയങ്ങൾക്കകം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. 2 സംസ്ഥാനങ്ങളിലുമായി 22 ഇടങ്ങളിലാണ് ഇന്ന് രാവിലെ മുതൽ NIA പരിശോധന നടത്തുന്നത്. ഗൗതം. ഓക്കെ, 2 സംസ്ഥാനങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന. ബീഹാറിലെയും ഹരിയാനയിലെയും 22 സ്ഥലങ്ങളിലാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന ഒരേ സമയം നടക്കുന്നത്. ആയുധക്കടത്ത്, അതോടൊപ്പം തന്നെ ഭീകരവാദ പ്രവർത്തനം തുടങ്ങിയ വിഷയങ്ങളിലാണ് NIA-യുടെ മിന്നൽ പരിശോധന. ജിഷ്ണു കൃഷ്ണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.